purpose of coming is for the service. It ends and then you go back home. This is not open the whole day long. You can go into the church, but the point of going to church on this festive day is from this time to this time, and we are not allowed in. Will you register protesting to the authorities? This is a protest. Through the media, it's a protest that this is not sensible. And each year earlier, as I said, equally important people have come. Prime ministers have come, presidents have come. Arrangements have been done. The service is not disrupted. 8:30 പ്രധാനമന്ത്രി ദേവാലയത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ 8 മണിക്ക് മുൻപ് തന്നെ ദേവാലയ പരിസരത്ത് അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. ദേവാലയത്തിൻ്റെ ഇരു റോഡുകളും ബാരിക്കേഡുകളടക്കം നിരത്തിക്കൊണ്ട് പോലീസ് തടഞ്ഞിരുന്നു. പല വിശ്വാസികൾക്കും ഈ പ്രഥമ ശുശ്രൂഷ അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നതാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചത്. കാരണം 5 മിനിറ്റ് മാത്രം നിങ്ങൾ കാത്തുനിന്നാൽ മതിയെന്നതായിരുന്നു ആദ്യം ഈ വിശ്വാസികളോട് ഇവർ അറിയിച്ചത്. സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജ് സെൻ അടക്കമുള്ളവർ ഈ വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. എങ്ങനെയാണ് വിശ്വാസികളെ അവരുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ അനുവദിക്കാതെ ഇത്തരം സംഭവങ്ങൾ നടത്തുന്നത് എന്നതായിരുന്നു വിശ്വാസികൾ ചോദിച്ചത്. പല വിശ്വാസികളും പോയി. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഇവിടെ സന്ദർശിച്ച ശേഷം മടങ്ങിയ ശേഷം ഇപ്പോൾ വിശ്വാസികളെ ദേവാലയത്തിലേക്ക് കടത്തിവിട്ടിരിക്കുകയാണ്. നമുക്കറിയാം വലിയ പ്രതിഷേധം. കാരണം ഏകദേശം 50ഓളം വിശ്വാസികൾക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. 8:30 പ്രധാനമന്ത്രി എത്തുമെന്ന് അറിയിച്ചതിന് പിന്നാലെ തന്നെ വലിയ സുരക്ഷ. കാരണം നമുക്കറിയാം പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ ഒരു ദേവാലയം സന്ദർശിക്കുമ്പോൾ എത്രത്തോളം സുരക്ഷയാണ് ഏർപ്പെടുത്തുന്നത്. അതിൻ്റെ സമാനമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രാർത്ഥന അവർക്ക് കൃത്യമായി ക്രിസ്മസ് ദിനത്തിൽ പള്ളിയിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നതാണ് ചെറിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചത്. അവരുടെ വിശ്വാസികളെ എന്തുകൊണ്ട് ഈ പള്ളികളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്ന ചോദ്യം അവർ ഉന്നയിച്ചു. കാരണം മുൻപും ഇവിടെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രി അടക്കമുള്ളവർ സന്ദർശനം നടത്തിയിരുന്നു എന്നതാണ് വിശ്വാസികൾ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ചില വിശ്വാസികൾ തിരികെ അവരുടെ വീടുകളിലേക്ക് മടങ്ങി. അതേസമയം പ്രധാനമന്ത്രി പള്ളി സന്ദർശിച്ച് മടങ്ങിയതിനു ശേഷം വിശ്വാസികൾ പള്ളികളിലേക്ക് എത്തുകയാണ്.